ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ അയനേൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും തലേന്ന് ദിവസം തന്നെ അവിടെ ഹാജരായിരുന്നു കേട്ടോ. അഭിജിത്ത്, നമ്മുടെ ശിവേട്ടൻ, പിന്നെ ഞാൻ, സൂര്യ, ശ്രീധരൻ ചേച്ചി, ഞങ്ങളെല്ലാവരും തലേന്ന് തന്നെ എത്തി. കുറച്ച് കറങ്ങാനൊക്കെ പോയി. സൂര്യത റെഡിയായി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ അയനേൻ്റെ കസിൻസ് ആയിരുന്നു കേട്ടോ. അധികം പേർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫംഗ്ഷൻ വളരെ ചുരുക്കിയിട്ടാണ് നടത്തിയത്. എന്നാലും അവളുടെ ബന്ധുക്കൾ തന്നെ അത്യാവശ്യം ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നെ വിളിച്ച് പിന്നെ വന്നപ്പോൾ തന്നെ ആൾക്കാരുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായി. അപ്പോൾ ഇതാണ് നമ്മളുടെ അയന. അവൾ രാവിലെ തന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആൾ പുറമേ ഉള്ള ഈ ചിരി മാത്രമേ ഉള്ളൂ. നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ട് അവിടെ വീഡിയോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ നമ്മളെ കൂടി ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അവരത് അവിടെ നിന്ന് സെൽഫിയൊക്കെ ശ്രീധന്യ ചേച്ചിയാണ് കേട്ടോ അടുത്തിരിക്കുന്നത്. ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളുടെ ചെറുക്കൻ, നമ്മളുടെ അല്ല അയനേൻ്റെ ചെറുക്കൻ. അപ്പോൾ ആളെ വീഡിയോ കോളിൽ കൂടെ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സും അതേപോലെ തന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ അൻഫീദയാണ്. ഞങ്ങൾ ഒരുമിച്ച് സേലത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവൾ ഇന്ന് രാവിലെ എത്തി. അവളും അവളുടെ കുട്ടി ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി രാവിലെ എത്തിയതാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ടതിൻ്റെ ഒരു സ്നേഹപ്രകടനമാണ് അത്. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചെറുക്കനെ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞെടുപ്പിച്ച സത്യത്തിൽ എടി വീഡിയോ എടുക്കുക, നീ അങ്ങനെ നോക്കുന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. അതിൻ്റെയാണ് അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവൾ. പിന്നെ സന്തോഷമായിട്ട് എൻഗേജ്മെൻറ്റ് പന്തലിലോട്ട് പോവുകയാണ്. മോതിരം മാറ്റം ചടങ്ങ്, അതുകൂടാണ്ട് അവർക്ക് വേറെ ഒരുപാട് ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഇന്ന് വ്യത്യസ്തമായിട്ട് വേറെ കുറേ ചടങ്ങുകളൊക്കെ കണ്ടു. എനിക്ക് ആകെ കൂടി കുറച്ചൊരു എന്താ സംഭവം എനിക്ക് മനസ്സിലാവാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറഞ്ഞിട്ട് കൈമാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തിനാന്ന് മാത്രം മനസ്സിലായില്ല. ഒരു നാരങ്ങ പിടിച്ച് രണ്ടാളും കൂടി കൈമാറി പിന്നെ അത് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞച്ചനാണ് നിന്ന് എല്ലാ ചടങ്ങുകളും ചെയ്യിപ്പിച്ചതും എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതൊക്കെ കുഞ്ഞച്ചനാണ്. അപ്പോൾ കുഞ്ഞച്ചനോട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് സംഭവം, എന്തിനാണ് ഇങ്ങനെ നാരങ്ങ കൈമാറണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത്, ഇവരുടെ ലൈഫിൽ ഇനി എന്ത് ഇവർക്ക് കിട്ടിയാലും അത് പരസ്പരം ഇവർ ഷെയർ ചെയ്യണം. അതിനൊരു തുടക്കമായിട്ടാണ് അവരങ്ങനെ ചെയ്യിച്ചതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവും. എല്ലാ ചടങ്ങിൻ്റെ പുറകിൽ എന്തെങ്കിലും ഇതുണ്ടല്ലോ. അങ്ങനെ സന്തോഷമായിട്ട് മോതിരമാറ്റമൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് എല്ലാവരൊക്കെ ആയിട്ട് അങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ കൂടുന്നത് ഇപ്പോൾ ഈ പഠിത്തവും ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇതേപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോഴാണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് കുറേ കൂടി നേരം അവിടെ ഇരുന്ന് ഈവനിങ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്.